ഓരോ മലയാളികൾക്കും അഭിമാനിക്കേണ്ട സന്തോഷിക്കേണ്ട നിമിഷമാണിത്. കാരണം വെച്ചാൽ സഞ്ജു സാംസൺ നേടിയ 50 പന്തിൽ നിന്നും 97 എന്ന പടുകൂറ്റൻ സ്കോറിൻ്റെ കരുത്തിൽ ഇന്ത്യ സെമി ഫൈനൽ സാധ്യത ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാം. ഒരുപാട് അവഗണനയും പുച്ഛിച്ച് തള്ളലും നമ്മൾ കണ്ടതാണ്. ആ ഒരു അവഗണനയുടെ പുറത്തു നിന്ന് നേടിയ 97 എന്ന തിളങ്ങുന്ന സ്കോർ അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സോ നമുക്ക് എന്തായാലും സെമി ഫൈനലിലേക്ക് ഇന്ത്യൻ്റെ പ്രവേശനം ഉറപ്പിച്ചിരിക്കുന്നു. വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വെസ്റ്റ് ഇൻഡീസ് നല്ല പ്ലേയാണ് നടത്തിയത്. 196 എന്ന വിജയലക്ഷ്യം വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യക്ക് മുന്നിൽ വെച്ചു കൊടുത്തു. അനായാസം അത് ഇന്ത്യ മറികടന്ന് ജയിച്ചിരിക്കുന്നു സഞ്ജു സാംസണിൻ്റെ കരുത്തിൽ. അപ്പോൾ ഇനി സെമി ഫൈനലിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നു. സഞ്ജു സാംസൺ എന്ന മലയാളി താരത്തിൻ്റെ മുന്നിൽ ഈ വെസ്റ്റ് ഇൻഡീസ് പട മുട്ടുകുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടീമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുകയാണ്. അതേപോലെ ഒരുപാട് സന്തോഷിക്കേണ്ട മുഹൂർത്തമാണ്. നമുക്ക് സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യം, ഇന്ത്യ ഇല്ലാത്ത വേൾഡ് കപ്പ് നമുക്ക് ഇന്ത്യക്കാർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. സോ അപ്പോൾ എല്ലാ മലയാളികൾക്കും അതേപോലെ ഇന്ത്യക്കാർക്കും അഭിമാനിക്കേണ്ട ഒരു മുഹൂർത്തമാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ കൂടെയാണ് സെമി ഫൈനൽ 5-ാം തീയതി വ്യാഴാഴ്ച 7 മണിക്കാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള സെമി ഫൈനൽ നടക്കാനിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിനെ ഇന്ത്യ മറികടന്നിരിക്കും. കാരണം വെച്ചാൽ ഇംഗ്ലണ്ട് നല്ലൊരു ടീം തന്നെയാണ്. ഒരു ശക്തമായിട്ടുള്ള പോരാട്ടം ഉണ്ടാവും. ഇതേ തരത്തിലുള്ള ഒരു ആവേശകരമായിട്ടുള്ള ഒരു കരുത്തുറ്റ ഇന്ത്യൻ ടീമിനെ വാർത്തെടുത്ത് സെമി ഫൈനലിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിനെ മറികടക്കാൻ ഇന്ത്യക്ക് സാധിക്കട്ടെ. എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് സെമി ഫൈനലിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ ബൈ.